ഹലോ ഫ്രണ്ട്സ്, ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ യൂണിവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു യൂണിവേഴ്സാണ് പോലീസ് യൂണിവേഴ്സ്. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലവർക്ക് കോപ്പ് യൂണിവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ, കോപ്പ്. ആ യൂണിവേഴ്സിൽ പെടുന്ന കുറച്ച് സിനിമകളാണ് സിംബ, സൂര്യവംശി, സിംഗം. സിംഗം സിനിമയിലെ മൂന്നാമത്തെ സിനിമയാണ് സിംഗം എഗെയിൻ. ആ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ എല്ലാം ഉൾപ്പെടും, എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു ഐറ്റം. ഡയറക്ടഡ് ബൈ രോഹിത് ഷെട്ടി. ട്രെയിലറിൻ്റെ പോസിറ്റീവ് വശങ്ങൾ ഫസ്റ്റിലെ തൊട്ട് പറയാൻ. ഫസ്റ്റിലെ എടുത്ത് പറയേണ്ടത് നമ്മുടെ അർജുൻ കപൂറിൻ്റെ വില്ലനിസം. അത് എനിക്ക് പേഴ്സണലി ശരിക്കും തന്നെ ഇഷ്ടപ്പെട്ടു. അതായത് ഒരു രാമായണം ബേസിലാണ് സിനിമയുടെ ട്രെയിലർ കാണിച്ചിട്ടുള്ളത്. പുള്ളി രാവണനാണ്, കലിയുഗത്തിലെ രാവണൻ. പിന്നെ ഒരു അടാറായിട്ടും കയറി വരുന്നുണ്ടായിരുന്നു അക്ഷയ് കുമാറിൻ്റെ എൻട്രി. പിന്നെ ട്രെയിലർ ഞാൻ സീരിയസ് പറഞ്ഞാണ്, ആ ട്രെയിലർ കട്ടിൽ അക്ഷയ് കുമാറിൻ്റെ എൻട്രി പക്കയായിരുന്നു ജഡായു ആ ക്യാരക്ടറിൽ. സത്യം ട്രെയിലർ കട്ടെല്ലാം അടിപൊളിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നെ ലേഡി സിംഗോ അതൊരു പുതിയൊരു ക്യാരക്ടറാണല്ലോ. പിന്നെ ഞാൻ ആലോചിച്ചു, നമ്മുടെ ദബാങ്കില്ലേ, പുള്ളിക്കാരനെ കൂടെ എന്ത് പറ്റി ഇതിനകത്ത് ഉൾപ്പെടുത്താതിരുന്നത് സൽമാൻ ഖാൻ? അല്ലെങ്കിൽ സല്ലുബായിക്ക് ഡേറ്റ് ക്ലാഷ് ആയതായിരിക്കും, അല്ലെങ്കിൽ ബഡ്ജറ്റ് കുറക്കാൻ വേണ്ടിയായിരിക്കും. ഇത് ട്രെയിലർ അത് കണ്ടിട്ട് ബഡ്ജറ്റ് സീൻ ഇല്ലെന്ന് തോന്നുന്നു. ഇനി നെഗറ്റീവിലേക്ക് കിടക്കാം. എൻ്റെ പൊന്ന് അർജുൻ കപൂറെ, ഈ വായിൽ കത്തി വെക്കുന്ന നമ്മുടെ ദളപതി അണ്ണൻ നിർത്തിയിട്ട് കാലം കുറയായി. അത് തിരിച്ചു കൊണ്ടുവരാൻ നോക്കി അർജുൻ കപൂർ അല്ല, SRK വന്നാലും നടക്കത്തില്ല. ഈ സിനിമകളുടെ റിലീസ് ഡേറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ സിംഗം ഇറങ്ങുന്നത് 2011-ലും, സിംബ ഇറങ്ങുന്നത് 2018-ലും, സൂര്യവംശി ഇറങ്ങുന്നത് 2021-ലുമാണ്. ഇപ്പോൾ സിംഗം എഗെയിൻ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയത് ഒക്ടോബർ മാസം 7-ാം തീയതിയാണ്. രോഹിത് ഷെട്ടി ഹിന്ദിയിൽ അത്യാവശ്യം നല്ല ഡയറക്ടർ തന്നെയാണ്. പുള്ളി ആവശ്യമില്ലാത്ത രീതിയിൽ പുള്ളിക്കാരൻ്റെ വില കളയുവാണെന്ന് എനിക്ക് തോന്നുന്നു. ആവശ്യമില്ലാത്ത സീനിലൊക്കെ കോമഡി കയറ്റുന്നു, ആവശ്യമില്ലാത്ത സ്ഥലത്ത് നല്ല കളർ ഗ്രേഡിംഗ് ഒക്കെ കയറ്റി. ആവശ്യത്തിൽ കൂടുതൽ കളർ ഗ്രേഡിംഗ് കയറ്റി ഒരു സിനിമ ഇറക്കിയിട്ടുണ്ടായിരുന്നു, സർക്കസ്. അത് 8 നിലയിലാണ് പൊട്ടിയത്. പിന്നെ നമ്മുടെ ടൈഗറും കൂടെ സിനിമയിൽ വരുന്നുണ്ട് ലക്ഷ്മൺ ക്യാരക്ടറായിട്ട്. ഇതെങ്കിലും ഹിറ്റായാൽ മതിയായിരുന്നു എന്നാണ് ഇപ്പോൾ ഒരു പ്രാർത്ഥന. ട്രെയിലർ ഡ്യൂറേഷൻ തന്നെ നോക്കട്ടെ, 4 മിനിറ്റ്. അത് തന്നെ കൂടുതലല്ലേ? നിങ്ങൾ തന്നെ പറ.